അസ്സലാമു അലൈക്കും. ഇക്ക, മാഹിക്ക, ഒന്ന് വിളിക്കോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പ്ലീസ്. സുറുമി അവന് മെസ്സേജ് അയച്ചിട്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു. സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞു പോയിട്ടും മെസ്സേജിന് ബ്ലൂടിക്ക് വീഴുകയോ മാഹിർ വിളിക്കുകയോ ചെയ്തില്ല. സുറുമിക്ക് മനസ്സ് മടുത്തുപോയി. മാഹിറിൻ്റെ ആ മാറ്റം ആ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. നിങ്ങൾക്ക് എന്നെയൊന്ന് വിളിച്ചൂടെ മാഹിക്ക? എത്ര ദിവസമായി നിങ്ങൾ എന്നെയൊന്ന് വിളിച്ചിട്ട്? ഊണും ഉറക്കമില്ലാതെ ഒരു പെണ്ണ് നിങ്ങളെയും കാത്ത് ഈ പുരക്കകത്തിരുന്ന് കണ്ണീർ വാർക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാ ഓർക്കാതെ പോയത്? അത്രയ്ക്കും വേണ്ടാതായോ സുറുമിയെ? ലൈലുമ്മ പറഞ്ഞതുപോലെ ഈ പെണ്ണിനെ മിടുക്കുകുറവ് കൊണ്ട് നിങ്ങളിൽ നിന്നും അകലുകയാണോ? അവളുടെ ഉള്ളം തേങ്ങി കട്ടലിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഒന്നും അറിയാതെ ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മുടിയിലൂടെ പതിയെ തലോടിയവൾ. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വൈകുന്നേരം ആനമ്മ വാക്കുകൾ കൊണ്ട് പ്രഹരം ഏൽപ്പിച്ചതും തൻ്റെ വല്ലിക്കാക്കിയെ അഭിമാനിച്ച് ഇറക്കി വിട്ടതുമല്ല മനസ്സിൽ വിങ്ങർ തീർത്തുകൊണ്ടേയിരുന്നു. ഈ രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്നും മാഹിക്കയുടെ കോൾ പ്രതീക്ഷിച്ചിരുന്നാൽ ഓരോന്നോർത്ത് ആളെയും താൻ വെറുത്തു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാവും. സുറുമി ഫോണെടുത്ത് യൂട്യൂബ് തുറന്നു. ഏതോ വീഡിയോ പ്ലേ ചെയ്തത്. വിരലുകൾ വേഗത്തിൽ ചലിച്ചതല്ലാതെ ഒന്നിലും മനസ്സുറച്ചില്ല. ഒരുപാട് നേരം അങ്ങനെ കിടന്നു. മനസ്സ് കലങ്ങി മറിഞ്ഞ് ഭ്രാന്തി പിടിക്കുന്നു. മാഹിക്കയെന്ന് വിളിച്ചിരുന്നെങ്കിൽ എല്ലാം പറഞ്ഞൊന്ന് പൊട്ടിക്കരയുകയുമെങ്കിലും ചെയ്യാമായിരുന്നു. പെട്ടെന്ന് സുറുമിക്ക് തുമ്പിയെ ഓർമ്മ വന്നു. എൻ്റെ വേദനകൾ ഒരു പരിധിവരെ ഞാൻ മറക്കുന്നത് വായനയിലൂടെയാണ്. തുമ്പി പറഞ്ഞ വാക്കുകൾ കാതിൽ അലയൊലി തീർത്തതും താൽക്കാലിക ആശ്വാസത്തിനായി FB തുറന്നു. കിസയിലെ പാതി എന്ന കഥയാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. അതും ജിന്നിൻ്റെ തൂലികയിൽ പിറന്നത് തന്നെ. ആദ്യത്തെ പാർട്ട് ഒരു താല്പര്യവുമില്ലാതെ വെറുതെ വായിച്ചു പോയെങ്കിലും ആ ഭാഗത്തിൻ്റെ അവസാനത്തേക്ക് എത്തിയപ്പോഴേക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. 2, 3, 4 പാർട്ടുകൾ എത്ര വേഗമാണ് വായിച്ചു തീർത്തത്. ഓരോ പാർട്ടുകൾ കഴിയുന്തോറും കഥയോട് കൂടുതൽ ഇണങ്ങി. അതിലെ നായികയായ മെഹ്റിനും അവളറിയാതെ അവളെ പ്രണയിക്കുന്ന യാസീൻ മാലിക്കും മനസ്സിലങ്ങ് വല്ലാതെ പതിഞ്ഞു. തൻ്റെ ജീവിതവുമായി ആ കഥയ്ക്ക് എവിടെയൊക്കെ സാമ്യമുള്ളതുപോലെ സുറുമിക്ക് തോന്നി. പിന്നെയുള്ള ഓരോ പാർട്ടുകൾ വായിക്കുമ്പോഴും നായികയ്ക്ക് സ്വന്തം മുഖവും നായകന് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുഖവും ഹൃദയം കൊണ്ട് കൊടുത്താണ് വായിച്ചത്. ഓരോ പാർട്ട് കഴിയുമ്പോഴും അവരുടെ ജീവിതത്തിൽ പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ത്വര കൂടി വന്നു. സമയം 3 മണി കഴിഞ്ഞു. 35 പാർട്ടുകൾ ആർത്തിയോടെ വായിച്ചു തീർത്തവൾ പെട്ടെന്ന് സമയം നോക്കിയതും കണ്ണു വീഞ്ഞു. അല്ലാഹ്, സുബ്ഹി ബാങ്ക് വിളിക്കാറായല്ലോ റബ്ബേ. 5 മണിക്ക് അലാറം സെറ്റ് ചെയ്ത് വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ണും പൂട്ടി കിടന്നവൾ കുറേ നേരം ഉറക്കം വരാതെ അങ്ങനെ തന്നെ കിടന്നു. അപ്പോഴൊക്കെ ചിന്തയിൽ നിറഞ്ഞു നിന്നത് മെഹ്റിനും അവളുടെ നായകനുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാനുള്ള തിടുക്കം ഉള്ളിലെങ്ങനെ പിടിക്കുന്നുണ്ട്. വെറുതെയല്ല തുമ്പി വായനയ്ക്ക് അടിമപ്പെട്ടു പോയത്. എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അറിയില്ല. പിന്നെ കണ്ണ് തുറക്കുന്നത് വാതിലിൽ ആരോ അമർത്തി തട്ടുന്നത് കേട്ടാണ്. മുറിയിലാകെ വെളിച്ചം വരുന്നത് കണ്ട് ആകെ ഒരു അങ്കലാപ്പ് തോന്നിയവൾ പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. തട്ടം തിരിയുന്നതിനിടയിൽ ഫോണെടുത്ത് നോക്കി. 8 മണിയായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സുറുമി ഭയത്തോടെ നെഞ്ചിൽ കൈവച്ചു. വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്ന് കയറിയതിൽ പിന്നെ 5 മണിക്ക് ഉണരും. ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും സമയം ഉറങ്ങിപ്പോകുന്നത്. അലാറം അടിച്ചിട്ട് താൻ കേൾക്കാത്തതാണോ അതോ ഉറക്കത്തിനിടയിൽ ഓഫാക്കി വെച്ചതാണോ ഒന്നും അറിയില്ല. തട്ടം തപ്പി പിടിച്ച് തലയിലേക്ക് ഇട്ടപ്പോഴേക്കും പുറത്ത് ആനമ്മയുടെ പൂരപ്പാട്ട് തുടങ്ങിയിരുന്നു. ഇനിയും ഡോറ് തുറന്നില്ലെങ്കിൽ ആ സ്ത്രീ അത് തല്ലിപ്പൊട്ടിക്കും. സുറുമി തുറന്ന് വിളറിയ മുഖത്തോടെ ആനമ്മയെ നോക്കി. അവളുടെ തുറച്ചുള്ള നോട്ടം കണ്ടതും അവളുടെ മുഖം കുനിഞ്ഞു. അവളിൽ ആകെ ഒരു വല്ലായ്മ നിറഞ്ഞു. കേട്ടാൽ അറക്കുന്ന വാക്കുകൾ വിളിച്ചു പറയാൻ തുടങ്ങി ആ സ്ത്രീ. സുറുമിയെ മാത്രമല്ല അവളുടെ ഉപ്പയും ഉമ്മയും വരെ തെറി വിളിക്കുന്നുണ്ട്. വളർത്തുദോഷമാണിത്രേ. ആ വീട്ടിലുള്ളവരെല്ലാം അത് കേട്ട് രസിച്ചതല്ലാതെ അവരെ തടയുകയോ ആ പെണ്ണിനെ ഒന്ന് സമാധാനിപ്പിക്കുകയോ ചെയ്തില്ല. ആ കൂട്ടത്തിൽ അയാളുമുണ്ട്. അയാളുടെ ഒരു നോട്ടം പോലും അറിയാതെ പോലും അവളെ തേടി വന്നില്ല. ഉറക്കം വിട്ടുണർന്ന ഹാലമോൾക്ക് ഉമ്മൂമ്മ തൻ്റെ ഉമ്മയെ വഴക്ക് പറയുന്നത് കേട്ട് സങ്കടം വന്നു. ആ കുഞ്ഞു മുഖം വാടി. എല്ലാം കേട്ട് തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ മുഖം കുനിച്ച് നിൽക്കുമ്പോൾ സുറുമിക്ക് കരച്ചിൽ വന്നു. ചോദിക്കാനും പറയാനും ആരും തനിക്കിവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നോട് മാത്രം ഇവരെല്ലാം ഇങ്ങനെ?
ഇത്താത്തമാരൊക്കെ നേരം വൈകി എഴുന്നേൽക്കാറുണ്ട്. അവരോടൊന്നും ഈ സ്ത്രീ മുഖം കറുപ്പിച്ചൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. പറഞ്ഞ അവരുടെ ഭർത്താക്കന്മാർ ഇടപെടും. പിന്നെ അത് വലിയൊരു വഴക്കായി മാറുകയും ചെയ്തു. തൻ്റെ കൂടെയും ആണൊരുത്തനുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇവരൊന്നും പറയില്ലായിരുന്നു. ഇനി പറഞ്ഞാലും അതൊന്നും തനിക്ക് ഒട്ടും ഏശില്ലായിരുന്നു. മാഹിറിനെ ഓർത്തതും സുറുമയുടെ തൊണ്ടയിൽ ഒരു വിങ്ങൽ വന്ന് തങ്ങിക്കിടന്നു. അങ്ങേർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ഒന്ന് വിളിച്ച് വിവരം അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ല. കുടുംബം മുടിക്കാമെന്ന് കയറി എരണം കിട്ടുള്ളൂ. ഥൂ. അതും പറഞ്ഞ് തെറി അഭിഷേകം കുറച്ചു നേരത്തേക്കെങ്കിലും നിർത്തിവെച്ച് ആനുമ പോയപ്പോൾ സുറുമി പല്ല് തേക്കാനായി പോയി. തണുത്ത വെള്ളം മുഖത്തേക്ക് കുടഞ്ഞ് കണ്ണുനീരിനെ കഴുകിക്കളഞ്ഞു സുറുമി. ഇന്നലെ ഉറക്കം കളഞ്ഞതിൻ്റെ വാട്ടം ആ കണ്ണുകളിലുണ്ട്. രാത്രി കഥ വായിച്ചു കിടക്കാൻ തോന്നിയ നിമിഷത്തെ പഴിച്ചുകൊണ്ടവൾ അടുക്കളയിലേക്ക് വന്നു. ഇനി ഒരിക്കലും രാത്രി വായിച്ചു കിടക്കില്ലെന്ന് ശബ്ദം കൂടി എടുത്തു കഴിഞ്ഞിരുന്നു അവൾ. അന്ന് ഉച്ചയായപ്പോഴേക്കും മാഹിറിൻ്റെ പെങ്ങൾ സീനുവും പിള്ളേരും ആനമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. 2 പെൺകുട്ടികളാണ് സീനുവിന്. മിന്നുവും റിനുവും ഇരട്ട കുട്ടികളാണ്. ഹാലമോളുടെ അതേ പ്രായമാണ് അവർക്ക്. വികൃതി അല്പം കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവർ വരുന്നത് തന്നെ ഹാലമോൾക്ക് പേടിയാണ്. അവർ വിരുന്ന് കഴിഞ്ഞ് പോകുമ്പോഴും പിച്ചും മാതമൊക്കെ കുറെ വാങ്ങിച്ചു കൂട്ടുന്നത് ആ പാവമാണല്ലോ. ഇതെന്താ ഉമ്മ, 2 ലക്ഷം വേണമെന്നല്ലേ പറഞ്ഞത്? ഇത് 1.5 ഇതുകൊണ്ട് എന്താവാനാ? അടുത്ത മാസത്തേക്കിൽ വീടിൻ്റെ പണി തീർത്ത് പാല് കാച്ചി നടത്തണമെന്ന് കരുതിയാണ് ഇക്കിയോട് കുറച്ച് ക്യാഷ് ചോദിച്ചത്. അതിലും പിശുക്കോ? ഞാനിപ്പോൾ നിസാറിക്കാനോട് എന്ത് പറയും? ആനുമ മാഹിറയച്ച പണം കയ്യിലേൽപ്പിച്ചതും സീനു പരാതിപ്പെട്ടു. നിലം തുടയ്ക്കുന്നതിനിടയിൽ സുറുമി സീനുവിനെ ഒന്ന് മുഖമുയർത്തി നോക്കി. അവളുടെ കയ്യിലിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ്. എന്നിട്ടും അവർക്കതിന് എന്തെങ്കിലും വിലയുണ്ടോ? ആർത്തി പണ്ടാരങ്ങൾ എത്ര കിട്ടിയാലും തികയില്ല. സുറുമി മനസ്സിലാണത് പറഞ്ഞത്. എന്ത് ചെയ്യാനാ മോളെ? അവനോട് പറയാനല്ലേ എനിക്ക് പറ്റൂ. അവനിപ്പോൾ ഉമ്മാൻ്റെ വാക്കൊന്നും വിലക്കെടുക്കാറില്ല. ഭരണമൊക്കെ ഇപ്പോൾ ഇവിടുത്തെ വേറെ ചിലരുടെ കയ്യിലാണല്ലോ. അവർ ഓതിക്കൊടുക്കുന്നത് മാത്രമാണല്ലോ ഓനിപ്പോൾ വേദം. അതും പറഞ്ഞ് ആനുമ സുറുമിയെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിയതും അതിനെ പിന്തുടർന്ന് സീനുവിൻ്റെ കണ്ണുകളും സുറുമിയിലെത്തിയിരുന്നു. ആനുമ തനിക്കിട്ട് കൊള്ളിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായെങ്കിലും സുറുമി അത് കേൾക്കാത്ത ഭാവം നടിച്ച് ചെയ്യുന്ന പണി തുടർന്നു. ഓള് വിളിച്ചു പറഞ്ഞ് എൻ്റെ ചെറുക്കനെ തിരിപ്പിച്ചത് കൊണ്ടാ ഓൻ തരാന്ന് പറഞ്ഞ കാശ് മുഴുവനും തരാതിരുന്നത്. ഉമ്മാക്കും കൂടപ്പിറപ്പുകൾക്ക് കൊടുത്താൽ ഓൾക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാൻ പറ്റൂലല്ലോ. പഠിച്ച കള്ളിയാ ഓള്. ആനമ്മ സീനുവിൻ്റെ കാതിൽ അടക്കം പറഞ്ഞതും സീനുവിൻ്റെ മുഖം കടുത്തു. മാഹിർ നാട്ടിലേക്ക് വരുമ്പോൾ പെങ്ങന്മാർക്ക് സുറുമി ചക്കരയും തേനുമൊക്കെ ആയിരിക്കുമെങ്കിലും അവനങ്ങ് പോയി കഴിഞ്ഞാൽ സുറുമിയെ അവർക്ക് കണ്ണെടുത്ത് കണ്ടുകൂടാ. ഇതൊന്നും മാഹിറിനെ അറിയുകയുമില്ല. സുറുമി അവനോടൊന്നും പറയാറുമില്ല. അവരെന്ത് ആവശ്യപ്പെട്ടാലും കഴിയുന്നതും വേഗത്തിൽ മാഹിർ ചെയ്തു കൊടുക്കാറുമുണ്ട്. അല്ലെങ്കിലും ആങ്ങളയോടുള്ള ദേഷ്യം കൂടി അവർ സുറുമിയോട് തീർക്കും. നീ പറഞ്ഞിട്ടാവുമല്ലേ എൻ്റെ ആങ്ങള തരാമെന്ന് പറഞ്ഞ 2 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം കുറച്ചത്? സീനു ചാടിത്തുള്ളി സുറുമിയുടെ മുൻപിലേക്ക് വന്ന് ചോദിച്ചു. സുറുമി ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി അവളുടെ നേരെ ഒന്ന് നോക്കി. നാത്തൂന് ഇത് എന്തൊക്കെയാണ് പറയുന്നത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അവൾ ദയനീയമായി പറഞ്ഞു. ഓ പിന്നെ ഒന്നും അറിയാത്തൊരു കുഞ്ഞുകുട്ടി. ആനുമ പുച്ഛത്തോടെ ഒന്ന് ചുണ്ടുകൊട്ടി. എൻ്റെ ഇക്കാക്ക് സമ്പാദിക്കുന്നത് നിനക്കൊറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. അതിൻ്റെ ഒരു പങ്ക് സഹോദരങ്ങളായ ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് ഓർത്തോണം. ഇന്നലെ കയറി വന്ന നീയേ ഇവിടെ അടക്കി ഭരിക്കാനൊന്നും നിൽക്കണ്ട. സീനു അത് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി. ഞാൻ എന്ത് ചെയ്തെന്നാ? നിങ്ങൾക്ക് മാഹിക്ക പണം അയച്ചു തരുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എനിക്ക് ഫോൺ വിളിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. അവസാനത്തെ വാചകം പറയുമ്പോൾ അവളുടെ തൊണ്ടയിടറിന്നു. അവൾ കള്ളം പറയുന്നതാ സീനു. ഇന്നലെ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ മാഹിർ അയച്ച പൈസ കൊണ്ടാണ് അവൾക്കും കുഞ്ഞിനും ഡ്രസ്സ് എടുത്തതെന്ന്. ലബീബ എരുത്തിയിലേക്ക് എണ്ണ ഒഴിച്ചു. സുറുമി ലബീബയെന്ന് തുറച്ചു നോക്കി. കേട്ടില്ലേ? ഇപ്പോൾ അവിടെ വരെയൊക്കെ ആയി കാര്യങ്ങൾ. അന്ന് ഞാൻ പറഞ്ഞതാ ഈ പെണ്ണിനെ എൻ്റെ ഇക്കാക്കാക്ക് വേണ്ടാന്ന്. ഇതുപോലുള്ളവർ കുടുംബത്തിൽ വന്ന് കയറിയാൽ കുടുംബം മുടിഞ്ഞു പോകും. കാതിലേക്ക് തുളച്ചു കയറിയ കുത്തുവാക്കുകൾ ആ പെണ്ണിൻ്റെ കണ്ണ് നനയിച്ചു. എന്ത് പറഞ്ഞാലും ഉണ്ടൊരു കള്ളക്കണ്ണീര്. ഇനി ഇതും എൻ്റെ ഇക്കാക്കാക്ക് വിളിക്കുമ്പോൾ മസാല കൂട്ടി ആ കാതിലെത്തിക്കണം. കേട്ടോടി? ഞങ്ങളിൽ നിന്നും ഇക്കാക്കി പറിച്ചെടുക്കുകയല്ലേ എൻ്റെ ഉദ്ദേശം? സീനു പുച്ഛത്തോടെ പറയുന്നത് കേട്ട് നെഞ്ചുപൊട്ടി ഒരു നിൽപ്പ് നിന്ന് പോയി സുറുമി. എന്തിനാ മാഹിക്ക നിങ്ങൾ ഇവരുടെയൊക്കെ ഇടയിൽ എന്നെ ഒറ്റക്കിട്ട് പോയത്? നിങ്ങളെങ്കിൽ വരുമ്പോഴേക്കും നീറി മരിച്ചു പോകുമല്ലോ ഞാൻ.
അവനോട് പരിഭവം പറഞ്ഞ് വിതിമ്പ് കരയുമ്പോൾ അവനടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചുപോയി ആ പെണ്ണ്. നീ ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കാറില്ലേ മാഹി? ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോയിലേക്ക് നോക്കി നിലത്തെ ബെഡ്ഷീറ്റിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവനെ നോക്കി ആഷിഖ് ചോദിച്ചു. ഇല്ല. മാഹിർ ഫോണിൽ നിന്നും നോട്ടം മാറ്റാതെ മറുപടി കൊടുത്തു. അതെന്താടാ, നീ വിളിച്ചില്ലെങ്കിൽ നിന്റെ സുറുമി. നിന്റെ ഒരു വിവരവും അറിയാതെ ആ പെണ്ണ് വിഷമിക്കൂലേ മാഹി? വിഷമിക്കും. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാലടാ അവൾ അതിനേക്കാളും വിഷമിക്കും. എന്ന് വരുമെന്ന് ചോദിച്ച് ദിവസം വേണ്ടി കാത്തിരിക്കുന്നവളോട് ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റാത്തോണ്ടാ. അതാ ഞാൻ വിളിക്കാത്തത്. അവൻ്റെ തൊണ്ടയിടറി. അവൻ്റെ ക്ഷീണിച്ച മുഖത്തെ കലങ്ങി ചുവന്ന കണ്ണുകളും അലസമായി വളർന്നു തുടങ്ങിയ താടിരോമങ്ങളും അവനെ നോക്കി നിൽക്കെ ആഷിഖിൻ്റെ ഉള്ളിലും വിങ്ങൽ തീർത്തു. നീ കഴിയുന്നതും വേഗം എനിക്കൊരു ജോലി ശരിയാക്കി തരില്ലടാ ആഷി. യാചന പോലെയുള്ള മാഹിറിൻ്റെ ശബ്ദം ആഷിഖിനെ നെഞ്ചുലച്ചു. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. നീ വന്ന് ഭക്ഷണം കഴിക്ക്. ആഷിഖ് അവനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. എനിക്ക് വേണ്ടടാ, വിശപ്പൊക്കെ കിട്ടുപോയി. മാഹിറിൻ്റെ ശബ്ദം പതിഞ്ഞു. രാവിലെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാൻ കിച്ചണിലേക്ക് ചെന്നപ്പോൾ റാഫി പറഞ്ഞ വാക്കുകൾ വീണ്ടും മനസ്സിലേക്ക് തികട്ടി വന്നതുകൊണ്ടാണ് വിശന്നിട്ടും കഴിക്കാൻ കൂട്ടാക്കാതെ അവൻ അവിടെ തന്നെ കിടന്നത്. എത്ര കാലം ഈ ആഷിഖിനെ ഊറ്റി തിന്ന് ഇവിടെ ജീവിക്കും? കുറേ ആയല്ലോ ഇവിടെ കയറി അട്ടിപ്പേറി കിടക്കാൻ തുടങ്ങിയിട്ട്. വെറുതെ ഇരുന്ന് തിന്ന് വേരിയിറങ്ങി തുടങ്ങി. എന്നിട്ട് നിനക്കൊരു നാണവും തോന്നുന്നില്ലേ? റാഫി പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴക്കം തീർത്തുകൊണ്ടേയിരുന്നു. സുറുമി, എന്നെ ഒന്ന് കെട്ടിപ്പിടുക്കോടി. നിനക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല മോളെ. നിന്നെയും മോളെയും കാണാൻ തോന്നുന്നുണ്ട്. മാഹിർ കണ്ണടച്ചുകൊണ്ട് സുറുമിയോടെന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. അഴയിൽ നിന്നെടുത്ത ഉണങ്ങിയ തുടയങ്ങളുമായി സുറുമി റൂമിലേക്ക് വരുമ്പോൾ അതിനകത്ത് സീനു നിന്ന് പരുങ്ങുന്നത് കണ്ട് സുറുമി വാതിൽക്കൽ തന്നെ നിന്നു. സുറുമിയെ കണ്ടതും സീനുവിൻ്റെ മുഖമൊന്ന് വിളറി. സുറുമി പുറത്തേക്കിറങ്ങിയ നേരം നോക്കി റൂമിനകത്ത് ഒളിച്ചു കയറിയതായിരുന്നല്ലോ സീനു. നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഞാൻ കക്കാൻ കയറിയതൊന്നല്ല. സുറുമിയുടെ നോട്ടം കണ്ടവൾ ചൊടിച്ചു. കയ്യിലൊരു കവറും പിടിച്ച് സീനു പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും സുറുമി അവളെ വിളിച്ചു. നാത്തൂനൊന്ന് നിന്നേ. എന്താടേ? പതർച്ച മറിച്ചു പിടിച്ചവൾ പറഞ്ഞു. ഈ കവറിൽ എന്താ? സുറുമി സീനുവിൻ്റെ കയ്യിലെ കവർ പിടിച്ചു വാങ്ങി ലേലുമ തയ്പ്പിച്ച് തന്നെ തൻ്റെയും മോളുടെയും വസ്ത്രങ്ങൾ അതിനകത്ത് കണ്ട് സുറുമി അമ്പലപ്പോടെ ആ സ്ത്രീയെ നോക്കി. കള്ളി, പെരും കള്ളി. എന്താടി നോക്കുന്നത്? ഇതെൻ്റെ ഇക്കാക്ക് അയച്ച പൈസ കൊണ്ട് വാങ്ങിയതല്ലേ. ഇത് ഞാനിങ്ങ് എടുക്കുക. ഇക്കാക്ക് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇത് എടുത്തെന്നും പറഞ്ഞ് അവനെന്നെ തൂക്കിലേറ്റൊന്നുമില്ല. പകരം അവന് സന്തോഷമാകത്തേ ഉള്ളൂ. അവനേ കുടുംബസ്നേഹമുള്ളവനാ. ആദ്യത്തെ വല്ലായ്മ മറച്ചു വെച്ചവൾ സുറുമയുടെ കയ്യിലെ കവറിൽ പിടിച്ചു. ഇത് നിങ്ങളെ ഇക്ക വാങ്ങിച്ചു തന്നതൊന്നല്ല. ഇതെൻ്റെ ഉമ്മ അവൻ്റെ സാരി കൊണ്ട് എനിക്കും മുൾക്കും തയ്പ്പിച്ച് തന്നതാണ്. ഇത് കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. സുറുമി വാശിയോടെ ആ കവറിൽ പിടിച്ചു വലിച്ചു. ഓ പിന്നെ കള്ളം പറയേണ്ട സുറുമി. എന്നോട് ലബീബ എല്ലാം പറഞ്ഞു. ഇതെനിക്ക് വേണം. എൻ്റെ ഇക്കാക്കാൻ്റെ പൈസ കൊണ്ട് വാങ്ങിയതല്ലേ. പിടിവലിക്കുള്ളിൽ സുറുമി തന്നെ തോൽവി സമ്മതിച്ചു. സീന് ഒരു വിജയച്ചിരിയോടെ സുറുമിയെ നോക്കി. കൊണ്ടുപോയി തിന്നട്ടെ, നാശം. ദേഷ്യവും സങ്കടവും കൊണ്ട് സുറുമിയുടെ മുഖം മിങ്ങി ചുവന്നു. വൈകുന്നേരം സീനുവിനെ കൊണ്ടുപോവാൻ അവളുടെ ഭർത്താവ് നിസാർ എത്തി. മരുമകൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു. സുറുമയും ഹസീനയും ചേർന്നാണ് എല്ലാം ഉണ്ടാക്കിയത്. ആനമ്മ നിർദ്ദേശങ്ങൾ കൊടുത്ത് അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് സീനുവും ഭർത്താവും മക്കളും അങ്ങ് പോയി. സുറുമ ഇപ്പോഴാണ് അടുക്കളയിലെ അംഗം കഴിഞ്ഞത് നേരെ നിന്നത്. ഇനി ഒരു കുന്നു പാത്രങ്ങൾ കൂടി കഴുകാനുണ്ട്. പെട്ടെന്ന് സുറുമയ്ക്ക് ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നു. അയാൾ ഇന്നും തന്നെ തേടി വരുമോ? അവൾ ഹാളിലേക്ക് നോക്കി. സിക്കിർ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ഭയം ഉരുണ്ട് കൂടി തുടങ്ങി. അസീനത്ത് കിടക്കാൻ പോകും മുമ്പ് തന്നെ സുറുമി വേഗം പാത്രങ്ങൾ കഴുകി അടുക്കള ഒതുക്കി വെച്ച് കിടക്കാനായി നടന്നു. ഹാലമോളെ ബെഡിൽ കിടത്തിയ ശേഷം സുറുമി ഷെൽഫിൽ നിന്നും ഒരു പഴയ നൈറ്റി എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഒന്ന് മേലി കുളിച്ചു വന്നു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിരുന്നു. അവളെ ഒന്ന് പുതുപ്പച്ചതിന് ശേഷം സുറുമി ഫോൺ കയ്യിലെടുത്തു. പതിവ് പോലെ വാട്സാപ്പ് തുറന്ന് മാഹിർ ഓൺലൈനിൽ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. അവനെ ഓർത്തൊന്ന് നിശ്വസിച്ചവൾ അവനോട് പറയാനായി കൂട്ടിവെച്ച ഒത്തിരി പരിഭവങ്ങൾ ഉള്ളിലിരുന്ന് വിങ്ങി. ഇങ്ങനെ ഓരോന്നോർത്തിരുന്നാൽ ഇന്നും ഉറക്കം കിട്ടുമെന്ന് തോന്നുന്നില്ല. സുറുമി അതും വിചാരിച്ച് കണ്ണുകളടിച്ചു കിടന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞു പോയി. ഉമ്മ, ഇന്നും ഉപ്പച്ചി വിളിക്കൂലേ? മുത്തോൽക്ക് ഉപ്പച്ചിനെ കാണാൻ കൊതിയായി ഉമ്മ. ഫോണിലെ മാഹിറിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കുഞ്ഞിപ്പെണ്ണ് വിഷമത്തോടെ പറയുന്നത് കേട്ടപ്പോൾ സുറുമിയുടെ ഉള്ളു നൊന്തു. ഉപ്പാക്ക് തിരക്കായുണ്ടല്ലേ മോളെ, ഇന്ന് വിളിക്കൂട്ടോ.
അവളുടെ ചുരുണ്ട മുടി ചെവിയുടെ പിന്നിലേക്ക് ഒതുക്കി വെച്ച് ഒന്ന് തലോടിക്കൊണ്ട് സുറുമി പറഞ്ഞു. ആ കുഞ്ഞു മുഖം വിഴുതുന്നത് പറഞ്ഞു. എപ്പോഴാ ഉപ്പച്ചി വിളിക്കുക? എന്നും ഉപ്പച്ചി വിളിക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് കൊണ്ടാവും അവൾക്ക് പിന്നെ സംശയം. ഇപ്പോൾ എൻ്റെ മോള് പോയി കഴിച്ചോട്ടോ. ചിപ്പൂട്ടൻ്റെ കൂടെ ഉപ്പച്ചി വിളിക്കുമ്പോൾ ഉമ്മ മുത്തിനെ വിളിക്കാട്ടോ. സുറുമി പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ തല എനിക്ക് പുറത്തേക്ക് പോയി. പാവ എൻ്റെ കുഞ്ഞ്. സുറുമിയുടെ ഹൃദയത്തിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. എന്തിനാ മാഹിക്ക എന്നെ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞങ്ങളെ ഒന്ന് വിളിക്കാൻ പോലും സമയമില്ലാതായെന്ന് പറയുമ്പോൾ എന്താ ഞാൻ കരുതേണ്ടേ? വേണ്ടാതായോ ഞങ്ങളെ? സുറുമിയുടെ ഹൃദയം പൊട്ടി ചോര കണ്ണിലേക്ക് എത്തി. ഒരു തുള്ളി അവളുടെ പ്രിയപ്പെട്ടവൻ്റെ ചിരിക്കുന്ന ഫോട്ടോയിലേക്കും ഉറ്റി വീണു. മുഖത്തേക്ക് എന്തോ വന്ന് വീണതറിഞ്ഞ് മാഹിർ ചാടി എഴുന്നേറ്റു. നോക്കുമ്പോഴുണ്ട് ജഗ്ഗും കയ്യിൽ പിടിച്ച് മുന്നിൽ പുച്ഛം നിറച്ച ചിരിയോടെ റാഫി. അവൻ ജഗ്ഗിലെ വെള്ളം തൻ്റെ മുഖത്തേക്ക് വീഴ്ത്തിയതാണെന്ന് മാഹിറിന് മനസ്സിലായി. മതി ഉറങ്ങിയത്. വെറുതെ തിന്നുറങ്ങി കുറേ ആയല്ലോ ഇവിടെ. ഇന്ന് തൊട്ട് ഇവിടുത്തെ ക്ലീനിങ്ങും ഫുഡുണ്ടാക്കലൊക്കെ എൻ്റെ ജോലിയാണ്. വെറുതെ അല്ലല്ലോ, 3 നേരം വെട്ടി വിഴുങ്ങുന്നില്ലേ? റാഫീൻ്റെ വാക്കുകൾ ചങ്കിൽ കൊണ്ടു. എങ്കിൽ മാഹിർ ഒന്നും പറഞ്ഞില്ല. അപ്പുറത്തെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന പാകിസ്ഥാനി പയ്യൻ ശബ്ദം കേട്ട് തല പുതപ്പിന് വെളിയിലേക്കിട്ട് നോക്കുന്നുണ്ട്. മാഹിർ അയാളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ മറക്കരുത്, റാഫി പ്രത്യേകം ഓർമ്മിച്ചു. സാധാരണ ഓരോരുത്തരുടെയും ഡ്യൂട്ടി സമയത്തിനനുസരിച്ചാണ് വെപ്പും തീരുമൊക്കെ. മാഹിറും അവരെ സഹായിക്കാറുമുണ്ട്. ഇനി മുതൽ എല്ലാം തൻ്റെ മാത്രം ജോലിയാണെന്ന്. വെറുതെ അല്ലല്ലോ, വിശക്കുമ്പോൾ ഭക്ഷണം തരുന്നില്ലേ? തളർച്ച തോന്നുമ്പോൾ ഒന്ന് ചായാൻ തറയിലെങ്കിലും ഇടം തരുന്നില്ലേ? അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് കിച്ചണിലേക്ക് നടന്നു. ഉമ്മാക്കേ ഒറ്റയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു ഓംനേഴ്സിനെ വെക്കാന്ന് പറഞ്ഞല്ലേ ഞാൻ? മൂത്രത്തിൻ്റെ ട്യൂബ് പൊട്ടി കട്ടിലിൽ താഴെ കൂടി മൂത്രം ഒഴുകിപ്പരിക്കുന്നത് കണ്ട് ഹമീദിൻ്റെ മുഖം ചുളിഞ്ഞു. ലബീബ വേഗം തന്നെ മൂക്കും പൊത്തി പുറത്തേക്ക് പാഞ്ഞു. എന്തിനാ ഹോം നേഴ്സിനെയൊക്കെ വെച്ച് വെറുതെ ക്യാഷ് കളയുന്നത്? സുറുമി മോളെ, ഈ ആ മഫൊന്ന് എടുത്തോണ്ട് വേ. ആനുമ്മ ഇതുവരെ ഇല്ലാത്ത സ്നേഹത്തോടെ സുറുമിയോട് പറയുന്നത് കണ്ട് മുഹമ്മദ് ഉപ്പയുടെ മുഖം വല്ലാതെയായി. ഇനി ആ ഒരു ജോലി കൂടി ആ പാവം ഏറ്റെടുക്കാൻ ബാക്കിയുള്ളൂ. മൂത്രത്തിൻ്റെ കത്തുന്ന ദുർഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറിയതും ഹമീദ് വേഗം മുറി വിട്ട് പുറത്തേക്ക് പോയി. സുറുമി ഒരു ബക്കറ്റും വെള്ളവും തുടുപ്പും എടുത്തുകൊണ്ട് മുറിയിലേക്ക് വന്നു. നീ ഇവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയേക്ക് മോളെ. അത് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത സ്നേഹമാണ് ആനുമയ്ക്ക്. സുറുമിയുടെ നോട്ടം ആ കട്ടിലിൽ ചലിക്കാതെ വയ്യാതെ കിടക്കുന്ന മനുഷ്യന് നേരെ ഒന്ന് നീണ്ടു. ആ കണ്ണുകളിലെ നിസ്സഹായത സുറുമി കണ്ടു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഉപ്പയാണ്. ആ കണ്ണുകളിൽ ഒളിപ്പിച്ചു വച്ച വേദന സുറുമി വായിച്ചെടുത്തു. അവൾ ഒരു മടിയും കൂടാതെ അകത്തേക്ക് കയറി വൃത്തിയാക്കാൻ തുടങ്ങി. എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അസഹ്യമായ ദുർഗന്ധം മുഖത്തെ ചുളിപ്പിച്ചു. അടിവയറ്റിൽ നിന്നെന്തോ ഉരുണ്ടു കയറും പോലെ തോന്നി. എങ്കിലും ഛർദ്ദിക്കാതെ ആ മനുഷ്യനെ ഓർത്ത് സുറുമി പിടിച്ചു നിന്നു. എൻ്റെ മോള് ഇവിടെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ആ ഉപ്പ വല്ലായ്മയോടെ അവളെ നോക്കി ചോദിച്ചു. അവരുടെ കണ്ണു നിറഞ്ഞ് കവളിലൂടെ ചാരി തീർത്തിരുന്നു. സുറുമി ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത് സാരില്ല ഉപ്പ, നിങ്ങൾ ഇന്ത്യയും കൂടി ഉപ്പയല്ലേ. ഉച്ചയ്ക്ക് ഒരിത്തിരി ഒഴിവ് സമയം കിട്ടിയതും സുറുമി വെറുതെ ഫോൺ എടുത്ത് നോക്കി. കുളി കഴിഞ്ഞ് നനവുണങ്ങിയിട്ടില്ലാത്ത മുടിത്തുമ്പിൽ നിന്ന് വെള്ളം വിറ്റി വീണ് നിലത്ത് മുത്തുപോലെ തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ ഫോൺ എടുത്താലുടൻ FBIയിൽ കയറൽ ഒരു പതിവായിട്ടുണ്ട്. വേറൊന്നുമില്ല, അന്ന് വായിച്ച കഥ ഹൃദയം തൊട്ടിങ്ങനെ കിടപ്പാണ്. ബാക്കി വായിക്കാനുള്ള ത്വര വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് ചിന്തയിൽ നിന്ന് ഉണർന്നത് ഓടിപ്പോയി ഡോറ് തുറന്നതും സെക്യൂരിനെ കണ്ട് സുറുമിയുടെ കണ്ണുകൾ ഭയം കൊണ്ട് തുറച്ചുണ്ട്. എന്താ? അവൾ മുഖത്ത് ഗൗരവം വരുത്തി ചോദിച്ചു. സാധാരണ അയാൾ രാവിലെ കടയിലേക്ക് പോയാൽ പിന്നെ വൈകുന്നേരമേ വീടണയാറുള്ളൂ. ഇന്നിപ്പോൾ എന്താണാവോ ഈ സമയത്ത്? നീ കണ്ണുരുട്ടി എന്നെ ഇങ്ങനെ നോക്കിക്കൊല്ലാതെ സുറുമി. അയാളുടെ വഷളം നോട്ടവും സംസാരവും. പെട്ടെന്ന് ബോധം വന്നതുപോലെ സുറുമി തട്ടം വലിച്ചു മാറത്തേക്ക് ഇറക്കിയിട്ടു. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി ആവോ? എനിക്കെങ്ങനെ അറിയാനാ? സുറുമി ചൊടിച്ചു. ഇങ്ങനെ തുള്ളല്ലേ സുറുമേ. ആനമ്മ പറഞ്ഞു അവരൊക്കെ പരിപ്പണി നടക്കുന്നിടത്തേക്ക് പോയെന്ന്. നീ എനിക്ക് തരെ ചോറ് വിളമ്പി തന്നിടി മോളെ. ഓഹ്, അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അയാൾ ഒലിപ്പീരും കൊണ്ട് വന്നത്. എനിക്ക് സൗകര്യമില്ല, ഞങ്ങൾ ഉമ്മയുണ്ടാവും അപ്പുറത്ത്, പോയി എടുത്തു തരാൻ പറ. അതും പറഞ്ഞ് സുറുമി കതക് വലിച്ചെടുക്കാൻ ഒരുങ്ങിയതും അയാൾ വാതിലിൽ ബലമായി തള്ളിപ്പിടിച്ചു. ഉമ്മയാണ് പറഞ്ഞത് തന്നോട് പറയാൻ. ഇനി വെറുതെ ഉമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ വന്ന് വിളമ്പിത്ത പെണ്ണെ. സുറുമി അയാളെ തുറച്ചു നോക്കി. ഇനി ആനമ്മയെ കൊണ്ട് പറയിപ്പിച്ചാലേ വരുമെന്ന് നിർബന്ധമാണോ മോൾക്ക്?
അയാൾ ചോദിച്ചതും ആ സ്ത്രീയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് സുറുമി അടുക്കളയിലേക്ക് നടന്നു. തൻ്റെ അവസ്ഥയോർത്ത് അവൾ ഉള്ളിൽ കരഞ്ഞു. അവളെ പിന്തുടർന്ന് വരുമ്പോൾ അയാളുടെ കണ്ണുകൾ അവളുടെ ഉടലവുകൾ ചൂയുന്നു. കെട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ലാതെ തൻ്റെ അനിയൻ ഇതുവരെ ഒന്ന് നേരെ അനുഭവിച്ചിട്ട് കൂടിയില്ല. ഒന്ന് പെറ്റിട്ടും ഒട്ടും ഉടഞ്ഞിട്ടില്ല പെണ്ണ്. സുറുമി ഭക്ഷണം വിളമ്പിയെടുക്കുമ്പോൾ അയാൾ അവളുടെ മേനയൊഴുകെ കൊത്തിവലിച്ച് വെള്ളം ഇറക്കി. സുറുമി അയാളെ നോക്കാതെ വിളമ്പിയ ഭക്ഷണം അടുക്കളയുടെ ഭാഗത്തുള്ള മേശയ്ക്ക് മുകളിൽ ആരോടുള്ള ദേഷ്യം തീർക്കും പോലെ അമർത്തി കൊണ്ടുവച്ചു. അയാൾ ഒരു കസേര വലിച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിരുന്നു. അപ്പോഴും നോട്ടം സുറുമിയുടെ ഇരുണ്ട് കൂടിയ മുഖത്ത് തന്നെയാണ്. സുറുമി അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ നിന്ന് പോകാനൊരുങ്ങിയതും സക്കീർ ഏന്തി വലിഞ്ഞ് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ.